General term of an arithmetic sequence. So far we have studied number patterns, general term of a sequence, and then arithmetic sequence also. Now, what is a general term of an arithmetic sequence? അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതിനു മുന്നേ നമുക്കൊരു ഇവിടെ ഒരു സിറ്റുവേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിനിമ ടിക്കറ്റ് ഒരു തിയേറ്ററിൽ ആദ്യത്തെ ദിവസം 10 ടിക്കറ്റ് പോയി, രണ്ടാമത്തെ ദിവസമായപ്പോൾ അത് കൂടി 18, മൂന്നാമത്തെ ദിവസമായപ്പോൾ അത് 26. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ടിക്കറ്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ടിക്കറ്റ് ആൾക്കാർ മേടിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ദിവസമാകുമ്പോൾ എത്ര ടിക്കറ്റുകൾ വിറ്റ് പോകും എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസം 10, പിന്നെ 18, അതായത് എത്ര കൂടി? 8 കൂടി. പിന്നെ 18ൽ നിന്ന് 26 ആവാൻ 8 കൂടി. അങ്ങനെ 4ാമത്തെ ദിവസം കണ്ടുപിടിക്കാൻ വീണ്ടും 8, 5ാമത്തെ ദിവസത്തിന് 8. അങ്ങനെ 10 ദിവസം വരെ നമുക്ക് ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സാധിക്കും, സിമ്പിൾ ആയിട്ട് സാധിക്കും. പക്ഷേ എപ്പോഴും ആ ഒരു മെത്തേഡ് കൺവീനിയന്റ് അല്ല. കാരണം കാൽക്കുലേഷൻ ഒരുപാട് സമയം നമ്മൾ അതിനു വേണ്ടി ചിലവാക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാം 10ഉം 18ഉം 26ഉം ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇത് ആഡപ്പ് ആവുന്നത് എത്ര വെച്ചിട്ടാണ്? 8 വെച്ചിട്ടാണ്. സോ ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ പ്രത്യേകത എന്താണ്? ഇപ്പൊ 10 എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട്ലി 10 എന്ന് എഴുതാം. 18 എന്ന് പറയുന്നതോ 10 + 8. അതുപോലെ 26 എന്ന് പറയുന്നതോ 10 + 8 + 8 അല്ലെ? 10 + 8 + 8 അഥവാ 10 + 2 × 8 അല്ലെ? അതാണ് ഈ പറയുന്ന 26. ഇനി വെറും 10 + 8 എന്ന് പറയുമ്പോൾ എന്താണ്? 10 + 1 × 8. ഓക്കെ, ഇവിടെ എന്താണ്? വെറും 10 എന്ന് പറയുമ്പോൾ എന്താണ്? 10 + 0 × 8. സോ ഇവിടെ ഈ ഒരു പാറ്റേണിൽ, അതായത് 10 + 0 × 8, 10 + 1 × 8 അല്ലെങ്കിൽ 10 + 2 × 8 ഈ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ അടുത്ത ഒരു നമ്പർ ഞാൻ പറയാണ് 34. 34 എന്ന് വെച്ചാൽ എത്രയാ? 10 + 8 + 10 + 8 + 8 + 8 അതായത് 3 8 ഉണ്ട്. അപ്പോൾ 10 + 3 × 8. അപ്പോൾ ഈ രീതിയിൽ പറയാം. അപ്പോൾ ഇതും ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് പാറ്റേൺ ഇതിന് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ആ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഈ പാറ്റേൺ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് ദ ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. എന്ത് കണ്ടുപിടിക്കാം? ദ ജനറൽ ഓർ ദ nth ടേം. അപ്പൊ ആ nth ടേം എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഇസ് നത്തിങ് ബട്ട് f + n - 1 × d. എന്താണ്? f + n - 1 × d. f എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം. n എന്ന് പറയുന്നത് എന്താണ്? ടേമിന്റെ എണ്ണം അല്ലെങ്കിൽ നമ്പർ. ഇനി d എന്ന് പറയുന്നത് വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ കോമൺ അല്ലെങ്കിൽ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? f + n - 1 × d. f + n - 1 × d. ക്ലിയർ? f + n - 1 × d. ഇനി അകത്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? n ഉം d മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ dn, പിന്നെ -1ഉം d കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -d. അപ്പോൾ dn നമുക്ക് പുറത്തിട്ടിട്ട് നമുക്ക് എന്തിടാം? dn + f - d എന്നും ഇടാം. ക്ലിയർ? സോ ദിസ് ഗീവ്സ് us the general term of the arithmetic sequence. ഇനി ഈ ജനറൽ ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ f + n - 1 × d അല്ലെങ്കിൽ dn + f - d നമുക്ക് എങ്ങനെ എഴുതാം? an + b ആണെന്ന് എഴുതാം. എന്താണെന്ന് എഴുതാം? an + b. ക്ലിയർ? അങ്ങനെ an + b എന്ന് എഴുതുമ്പോൾ ഈ dnന്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? ഇവിടെ dnന്റെ സ്ഥാനത്ത് an. സോ dnന്റെ സ്ഥാനത്ത് an വരുമ്പോൾ നമുക്ക് a എന്താണെന്ന് പറയാം? d ആണെന്ന് പറയാം. അടുത്ത bന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? f - d. അപ്പോൾ bന്റെ സ്ഥാനത്ത് എന്ത് വരുന്നു? f - d. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ ഞാനൊരു ജനറൽ സീക്വൻസ് ഇങ്ങനെ എഴുതി 3n + 2, 3n + 2. അപ്പോൾ 3n + 2 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം ഇവിടുന്ന് എയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ എന്താണ്? d ആണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് പറയാം? പെട്ടെന്ന് പറയാം, 3 ആണെന്ന് പറയാം. കോമൺ ഡിഫറൻസ് എന്ത് പറയാം? 3 ആണെന്ന് പറയാം. ഇനി ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? f - d. അതായത് 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എൻ്റെ കയ്യിലുണ്ട് 3. അപ്പോൾ 2 = f - 3. ഈ 3 അപ്പുറത്ത് പോകുമ്പോൾ എത്ര കിട്ടും? f = 2 + 3 അഥവാ 5. അതായത് ഫസ്റ്റ് ടേം എത്രയാണെന്നുള്ളതും കിട്ടും. സാധിക്കും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമിൽ എഴുതാം. അതായത് ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെയും എഴുതാം. ഓക്കെ, nth ടേം എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമല്ല, എങ്ങനെ എഴുതാം? an + b എന്ന് എഴുതാം. പക്ഷെ അതിലെ a എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഡിക്കും അല്ലെ? ഇവിടുത്തെ ഡിക്കും. അതുപോലെ ഇവിടുത്തെ b എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ f - d-ക്കും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? സോ ദാറ്റ് ഈസ് about the algebraic expression of arithmetic sequence. ഇവിടെ ഒരു ചോദ്യമുണ്ട്. The two consecutive terms of an arithmetic sequence തന്നിട്ടുണ്ട്. an + b യും a × n + 1 + b. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദ്യം. അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ട് സാധിക്കും. എന്താണ്? ആദ്യത്തത് an + b. രണ്ടാമത്തെ എന്താണ്? a × n + 1 + b. എന്താണ് a × n + 1? an അല്ലേ? കാരണം a യും n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ an, അടുത്ത a യും 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a, പിന്നെ ഒരു b. ഇനി ഈ an + a + b യും ഈ an + b യും
ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് നോക്കുക, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ എൻ പ്ലസ് എ പ്ലസ് ബി മൈനസ് എ എൻ പ്ലസ് ബി. ഓക്കെ, അങ്ങനെ കിട്ടും. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ എൻ പ്ലസ് എ പ്ലസ് ബി മൈനസ് എ എൻ മൈനസ് ബി. ക്ലിയർ? അത് കിട്ടി. അങ്ങനെ വരുമ്പോൾ ഈ ബിയും മൈനസ് ബി കട്ടാവുന്നു, എ എന്നും മൈനസ് എനും കട്ടാവുന്നു. അപ്പോൾ ഇതെന്താ? എ. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ടേംസ്. ക്ലിയർ? അടുത്തത്, the 8th term of an arithmetic sequence is 12 and the 12th term is 8. What is the algebraic expression for the sequence? Clear? അപ്പോൾ എട്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ A8 എന്ന് പറയുന്ന 12, A12 എന്ന് പറയുന്നത് എന്താണ്? 8 ഇവിടുത്തെ ആൽജിബ്രായിക് സീക്വൻസ് എന്താണെന്നാണ് ചോദ്യം. ആൽജിബ്രായിക് സീക്വൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്. AN is equal to നമ്മൾ എഴുതിയത് എന്താണ്? AN പ്ലസ് ബി എന്ന് എഴുതി അല്ലേ? ആ ഫോർമുല എഴുതി. അപ്പോൾ ഇവിടെ 8th ടേം എന്ന് പറയുമ്പോൾ A പ്ലസ് 7D is equal to 12. ഇവിടെ A12 എന്ന് പറയുമ്പോൾ എത്രയാ? A പ്ലസ് 11D is equal to 8. ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് 12ഉം 8ഉം കുറയ്ക്കുമ്പോൾ 4, 7Dയും 11Dയും കൂടെ കുറയ്ക്കുമ്പോൾ -4D കട്ടാവുന്നു. അല്ലെങ്കിൽ D എത്ര കിട്ടുന്നു? -1. സോ ഡിഫറൻസ്, കോമൺ ഡിഫറൻസ് -1 കിട്ടി. ഇനി അതെടുത്ത് ഇവിടെ ഇടുക. A plus 7D is equal to 12 will substitute here. So A plus 7 into -1 is equal to 12, or A minus 7 equal to 12, or A എത്രയാണെന്ന് കിട്ടും? 12 plus 7 അഥവാ 19. So A എത്ര കിട്ടി? 19 എന്ന് കിട്ടി. D എത്ര കിട്ടി? -1 എന്ന് കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ സാധിക്കും. എന്താണ് ആൽജിബ്രായിക് എക്സ്പ്രഷൻ? AN is equal to A plus n minus 1 into D. ഇങ്ങനെ എഴുതാം. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ 19 plus n minus 1 into D എത്രയാണ്? -1. സോ അകത്ത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 19 minus n plus 1. സോ എത്ര കിട്ടും? 20 minus n എന്ന് കിട്ടും. എത്ര കിട്ടും? 20 minus n. സോ ഇവിടത്തെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എത്രയാണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 20 minus n. ക്ലിയർ? അടുത്തത് ചോദ്യം 5, 8, 11 ഇവിടുത്തെ സീക്വൻസ് ആണ്, ഒരു സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ടേം എത്രയാണ്? അപ്പോൾ ആദ്യത്തെ ടേം A എന്ന് പറയുന്നത് 5. കോമൺ ഡിഫറൻസ് എത്രയാ? ഇവിടെ എത്ര വെച്ചാൽ കൂടുന്നത്? 3 വെച്ചിട്ടാണ് കൂടുന്നത്. 20ാമത്തെ ടേം എന്ന് പറയുമ്പോൾ A20 എന്ന് വെച്ചാൽ എത്രയാണ്? A plus 20 minus 1 into D അഥവാ A plus 19D. അപ്പോൾ A 5 ആണ്, പ്ലസ് 19 into D എത്രയാണ്? 3 ആണ്. സോ എത്ര കിട്ടും? 5 plus 57, കാരണം 19 into 3 57 ആണ്. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 62 ആണെന്ന് കിട്ടും. സോ 20ാമത്തെ ടേം 62 ആണെന്ന് കിട്ടി. അടുത്തത് ഇതിന്റെ ആൽജിബ്രായിക് സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആൽജിബ്രായിക് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താണ്? AN is equal to A plus n minus 1 into D. അപ്പോൾ A ഇവിടെ എത്രയാണ്? 5 പ്ലസ് n minus 1 into D എത്രയാണ്? D നമുക്കറിയാം 3 ആണ്. സോ 5 പ്ലസ് 3n minus 3 എത്ര കിട്ടും? 5 minus 3 എന്ന് പറയുന്നത് 2 plus 3n. സോ ഇതായിരിക്കും നമ്മുടെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ. ക്ലിയർ? സോ ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ദി ആൽജിബ്രായിക് എക്സ്പ്രഷൻ. അടുത്ത ചോദ്യം, ഈസ് 110 എ ടേം ഓഫ് ദ സീക്വൻസ്? 13, 24, 35 അല്ലേ? സോ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് 13, കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എത്രയാണ്? 11, കാരണം 11 വെച്ചാൽ കൂടുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനറൽ ടേം എന്ന് പറയുന്നത് എന്താണ്? A plus n minus 1 into D. അത് എഴുതുമ്പോൾ എത്ര കിട്ടും? 13 plus n minus 1 into 11. സോ എത്ര കിട്ടും? 13 plus 11n minus 11, or it is nothing but 2 plus 11n. എത്ര കിട്ടും? 2 plus 11n. ഇനി 101 ഇതിന്റെ ടേം ആണെന്നാണ് ചോദ്യം. അപ്പോൾ 2 plus 11n നമുക്ക് എത്രയാണെന്ന് എഴുതാം? 101, or 11n is equal to 101 minus 2, that is 99. അപ്പോൾ 11n 99 ആണെങ്കിൽ n എത്രയാണെന്ന് എഴുതാം? 99 by 11, that is equal to 9. സോ 11 n-നെ നമുക്ക് 9 കിട്ടി. അതിന്റെ അർത്ഥം ഇതെന്താണ്? ഇത് ഈ സീക്വൻസിൽ ഉള്ള നമ്പർ തന്നെയാണ്. എസ്. ഇനി 1001 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1001 is equal to എന്തെന്ന് എഴുതുക? 2 plus 11n. അപ്പോൾ 11n is equal to എത്ര കിട്ടും? കുറയ്ക്കുമ്പോൾ 999. ഈ n എന്ന് പറയുന്നത് 999 ഡിവൈഡഡ് ബൈ 11 ചെയ്താൽ ആൻസർ കിട്ടുമോ? ഒരു ഡിവിഷൻ, ഒരു എന്താണ് ഡെസിമൽ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ, അവിടുത്തെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡെസിമൽ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഡെസിമൽ കിട്ടിയാൽ അത് എന്താണ്? നമുക്കത് ടേം ആണെന്ന് പറയാൻ പറ്റത്തില്ല. സോ 1001 ഉണ്ടോ? ഇല്ല. പക്ഷേ ഏതുണ്ട്? 101 ഉണ്ട്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് ദി ടേം ഓഫ് ദ സീക്വൻസ്. 101 ഇതിന്റെ ടേം ആണോ? ആണ്. യെസ്. എങ്ങനെ കിട്ടി? ആ 101നെ ഈ ജനറൽ ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, എന്നിട്ട് കണ്ടുപിടിച്ചു, എന്നിട്ട് ആൻസർ കിട്ടി. ക്ലിയർ? ഇനി അടുത്തത്, the expression of the sum of n terms of an arithmetic sequence is 2n square minus n. Find the expression for nth term. അപ്പോൾ സമ്മിന്റെ എക്സ്പ്രഷൻ ആണ് 2n square minus n.
അപ്പോൾ Sn ആദ്യത്തെ ടേമിന്റെ സം എന്ന് പറയുമ്പോൾ 1 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 1² - 1 ദാറ്റ് ഈസ് 1. ഈ 1 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? ഫസ്റ്റ് ടേമിന് ഈക്വൽ ആണ്. അപ്പോൾ അത് 1 തന്നെയാണല്ലോ. യെസ്. അടുത്ത S2 ഇട്ട് കൊടുക്കുക. 2 ഇട്ട് കൊടുക്കുമ്പോൾ n 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 2² - 2 ദാറ്റ് ഈസ് 2 × 4 8 8 - 2 6. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? 6 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും സമ്മാണ്. ഫസ്റ്റ് ടേം നമുക്കറിയാം 1 ആണ്. സോ 1 പ്ലസ് സെക്കൻഡ് ടേം അഥവാ A2 എത്ര കിട്ടും? 6 - 1 ദാറ്റ് ഈസ് 5. സോ രണ്ടാമത്തെ ടേം 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് D എത്ര കിട്ടും? 5 - 1 ദാറ്റ് ഈസ് 4. അപ്പോൾ കോമൺ ഡിഫറൻസ് ആയി, ഫസ്റ്റ് ടേം ആയി. അപ്പോൾ ഇനി ജനറൽ ടേം എങ്ങനെ എഴുതാം? A + n - 1 × D. സോ ദാറ്റ് ഗീവ്സ് us 1 + n - 1 × 4. So that gives us 1 + 4n - 4, or it is 4n - 3. So this is the expression for the nth term of the sequence an. Clear? So that is about the different sum. ഈ sum വെച്ചിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? ഇനി നമ്മളിപ്പോൾ ഈ ഒരു സെഷനിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതിനകത്ത് ജനറൽ ടേം ഓഫ് എ അരിത്മെറ്റിക് സീക്വൻസ് പഠിച്ചു. അതുപോലെ തന്നെ സമ്മിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. Manorama Horizon. Learning made simple.